ഹലോ വെൽക്കം യു ആൾ ടു എൻട്രി ആപ്പ്. ഐ ആം കാവ്യ. ഒരു അധ്യാപകനാവുക അല്ലെങ്കിൽ അധ്യാപികയാവുക എന്ന് പറയുന്നത് ടീച്ചിങ് കരിയർ താല്പര്യപ്പെടുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് അല്ലെ. അപ്പൊ അതാവാനായിട്ട് പലതരത്തിലുള്ള പരീക്ഷകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. കേട്ടറ്റ്, സെറ്റ്, സീറ്ററ്റ് ഇങ്ങനെ മുതലായി അനവധി പരീക്ഷകളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഹയർ സെക്കൻഡറി സെക്ഷനിലെ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ അധ്യാപികയോ ആവാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ് സെറ്റ് എക്സാം എന്ന് പറയുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഫാക്ട്സ് തന്നെയാണ് അല്ലെ ഫ്രണ്ട്സ്. സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഒരുപാട് സബ്ജക്റ്റുകളിൽ സെറ്റ് നടത്തപ്പെടാറുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെറ്റ് എക്കണോമിക്സിൽ നിന്നും മുൻപ് ചോദിച്ചിട്ടുള്ള, അതായത് 2024 ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ തുടങ്ങിയാലോ? ശരി. First question. Time inconsistency describes option A, the situations where policies that were determined to be optimal yesterday are no longer perceived to be optimal today and are not implemented. Option B, how each different self of a decision maker may have different preferences over current and future choices. Option C, both A and B. ഓപ്ഷൻ ഡി, നീദർ എ നോർ ബി. അപ്പൊ നമ്മളിപ്പം ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിയാലും, അതായത് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതൊരു പരീക്ഷ എടുത്ത് നോക്കിയാലും ഫ്രണ്ട്സ്, അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി വരുന്ന ഒരു ടോപ്പിക് ആണ് എക്കണോമെട്രിക്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് എക്കണോമിക്സ്, മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഇതിന്റെ മൂന്നിന്റെയും ഒരു കമ്പൈൻഡ് ഫോം ആണ് നമുക്ക് എക്കണോമെട്രിക്സിൽ കാണാനായി സാധിക്കുന്നത്. അപ്പൊ എക്കണോമെട്രിക്സിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുൻപ് നമുക്ക് ടൈം ഇൻകൺസിസ്റ്റൻസി എന്താണ് എന്ന് നോക്കാം. നമ്മൾ എല്ലാവരും ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലെ. അപ്പൊ എന്തുണ്ടാകും? നമുക്ക് റാഷണൽ തിങ്കിങ് ഉണ്ടാകും. അതായത് നമ്മൾക്ക് ചിലപ്പം ഒരു കാര്യം പ്രവർത്തിക്കും, ഇപ്പൊ ശരിയാണെന്ന് തോന്നും, ചിലപ്പോ ഫ്യൂച്ചറിൽ എന്താകാം, അത് തെറ്റായി തോന്നിയേക്കാം. ഇങ്ങനെ സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മുടെ പ്രിഫറൻസുകളിലും മാറ്റം വരും. ചെറിയ കുട്ടിയായിരുന്നപ്പോ നമ്മൾ ബാലരമയും കളിക്കുടുക്കയും എല്ലാം വായിച്ചല്ലേ. എന്നാൽ വലുതാവുമ്പോ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചിലപ്പോ അത് ഡൈജസ്റ്റ് അല്ലെ, ഡൈജസ്റ്റ് എന്ന് പറയുന്ന ബുക്കിലേക്കാവാം ചിലപ്പോ നമ്മളുടെ റീഡിങ് സ്റ്റൈല് നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ പ്രിഫറൻസ് മാറിയല്ലേ. അപ്പൊ അവിടെ ഒരു ഇൻകൺസിസ്റ്റൻസി വന്നു. അതായത് ബാലരമ വായിക്കണോ അതോ ഞാൻ ഡൈജസ്റ്റ് വായിക്കണോ എന്നൊരു ഇൻകൺസിസ്റ്റൻസി വന്നു. ഇതേപോലെ തന്നെ നമ്മുടെ കൺസംഷൻ പാറ്റേണിലും എന്ത് സംഭവിക്കാം? സമയത്തിൽ വരുന്ന മാറ്റം ഇൻഫ്ലുവൻസ് ചെയ്യാം. ചെറിയ കാലത്ത് നമുക്ക് ഒരു പെർട്ടിക്കുലർ ലെവലായിട്ടുള്ള കൺസംഷൻ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. എന്നാൽ വലുതാകുമ്പോൾ നമ്മുടെ കൺസംഷൻ പാറ്റേണിൽ മാറ്റം വരുന്നു. ചൂട് കൂടുതലുള്ള സമയത്ത് നമുക്ക് ഐസ്ക്രീം ഒരുപാട് കഴിക്കാൻ താല്പര്യമാണ്. പക്ഷെ മഴയാണെങ്കിലോ ഐസ്ക്രീമിനോട് അത്രയ്ക്ക് അങ്ങ് പ്രിഫറൻസ് ഉണ്ടാവില്ല അല്ലെ. ഇതോടെ എന്താണ് സംഭവിച്ചത്? ടൈം മാറിയിരിക്കുന്നു അല്ലെ. ചൂടുകാലം മാറി തണുപ്പ് കാലമായി മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ കൺസംഷൻ, നമ്മുടെ പ്രിഫറൻസസ് ഇതെല്ലാം മാറി മറിയുന്ന അവസ്ഥ ടൈമിന്റെ ബേസിസിൽ, അങ്ങനെ മാറി മറിയുന്ന അവസ്ഥയാണ് ഫ്രണ്ട്സ് നമ്മൾ എന്തായി വിളിക്കുന്നത്? ടൈം ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇതെല്ലാവരിലും ടേക്ക് പ്ലേസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ദിസ് ഇൻകൺസിസ്റ്റൻസി can occur because different cells of the decision maker representing different points in time may have different preferences. നമുക്ക് എല്ലാവർക്കും എങ്ങനെയാണ് different periods അല്ലെങ്കിൽ different consumption styles ആണ് വരുന്നത് അല്ലെ. അതെപ്പോഴും എന്ത് സംഭവിക്കും? മാറ്റങ്ങൾക്ക് അനുസരിച്ച് അത് മാറിക്കൊണ്ടേ ഇരിക്കും. ചിലപ്പം ടൈം ഇൻകൺസിസ്റ്റൻസിയുമായി റിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയാറുണ്ട്, എന്റെ താല്പര്യങ്ങൾ മാറിപ്പോയിരിക്കുന്നു. എനിക്ക് ഇന്നലെ വരെ അത് ഇഷ്ടമായിരുന്നു, പക്ഷെ ഇന്നത് എനിക്ക് ഇഷ്ടമല്ല. ടൈമാണ് നിങ്ങളിൽ എന്ത് ചെയ്തത്? മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അങ്ങനെ ഓരോ ഹ്യൂമൻ ബീയിങ്ങിലും ടൈം മാറ്റം കൊണ്ടുവരുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് ബേസിക്കലി എന്തായി പറയുന്നത്? ടൈം ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇന്നലെ വരെ എനിക്കത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു, അതില്ലാതെ എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് പെട്ടെന്ന് എന്ത് സംഭവിച്ചിരിക്കുന്നു? എന്റെ താല്പര്യം മാറിയിരിക്കുന്നു. എനിക്ക് അതിൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
ഇന്നലെ വരെ എനിക്ക് ചോറിന്റെ കൂടെ ചിക്കൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് ചിക്കൻ അഫോർഡബിൾ അല്ല. നമ്മൾ എപ്പോഴും ഹ്യൂമൻ ബീങ്സിലെ ലൈഫ് മാറിക്കൊണ്ടിരിക്കുക അല്ലെ. ചിക്കൻ അഫോർഡബിൾ അല്ല, വാങ്ങാൻ എനിക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരുപാട് കാലം ചിക്കൻ കഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ടേസ്റ്റിൽ ഒരു മാറ്റം വരാം അല്ലെ. ഇന്ന് എനിക്ക് ചിക്കൻ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം ചിക്കനോടുള്ള താല്പര്യം കുറഞ്ഞു. ഇന്ന് കുറഞ്ഞു. ഇന്നലെ വരെയും എനിക്ക് ചിക്കൻ വളരെയധികം ഇഷ്ടമായിരുന്നു. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇന്നലെ ഇന്ന് എന്ന് പറയുന്ന രണ്ട് സമയങ്ങൾ വന്നിരിക്കുന്നു അല്ലെ. ആ സമയത്തിനനുസരിച്ച് നമ്മുടെ പ്രിഫറൻസിലും മാറ്റം വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ മാറ്റം വരുന്നതിനെ ടൈം ഇൻകൺസിസ്റ്റൻസി പറയും. പക്ഷേ ഇത് ലോങ് ടേം പ്ലാനിങ്ങിനൊക്കെ നമുക്ക് അത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് പറയാൻ പറ്റില്ല. അതായത് ഇന്നലെ വരെ എനിക്ക് ചിക്കൻ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇന്ന് എന്തോ എനിക്ക് ചിക്കൻ കഴിക്കാൻ തോന്നുന്നില്ല. അപ്പൊ എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? ഞാൻ ഇനി ഫുൾ നോൺ വെജ് ആയേക്കാം എന്ന് പറയാൻ പറ്റില്ല. ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ റാഷണൽ ആണ്. എപ്പോൾ വേണമെങ്കിലും അവരുടെ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻസും വരാം. അപ്പൊ ചിലപ്പോ ഇന്ന് ചിക്കൻ കഴിക്കാൻ തോന്നാത്തൊരു വ്യക്തിക്ക് നാളെ തോന്നിക്കൂടുന്നില്ല അല്ലെ. അപ്പൊ ഒരു ലോങ് ടേമില് ഇന്ന് കഴിക്കാൻ താല്പര്യമില്ലെന്ന് വിചാരിച്ച് ഞാൻ ഇനി കഴിക്കുന്നേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ ഫ്രണ്ട്സ്? ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ഇഷ്യൂസ് ടൈം ഇൻകൺസിസ്റ്റൻസിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. നമ്മളോട് ചോദിച്ച ചോദ്യം എന്താ? ടൈം ഇൻകൺസിസ്റ്റൻസി എന്താണെന്നാ ചോദിച്ചേ. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ where policies that were determined to be optimal yesterday are no longer perceived to be optimal today and are not implemented. ഇന്നലെ വരെയും എനിക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് കരുതിയ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ തിങ് ഇന്ന് എനിക്ക് അത്ര നിർബന്ധമല്ലാത്തൊരു അവസ്ഥയായി മാറിയിരിക്കുന്നു. ചിക്കന്റെ കേസ് നമ്മൾ പഠിച്ച പോലെ. How each different self of a decision maker may have different preferences over current and future choices. ഇന്ന് എന്റെ പ്രിഫറൻസ് എങ്ങനെയാണ്? ഇത് തന്നെയാണോ ഫ്യൂച്ചറിലും എന്റെ പ്രിഫറൻസ്? അതോ എന്റെ പ്രിഫറൻസിൽ മാറ്റം വന്നിട്ടുണ്ടോ? തീർച്ചയായും മാറ്റം വന്നിട്ടുണ്ട് അല്ലെ. അത് തന്നെയല്ലേ ടൈം ഇൻകൺസിസ്റ്റൻസിയും പ്രിഫർ ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് അല്ലെ. നമ്മുടെ റിയൽ ലൈഫുമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ ഇവിടെ റൈറ്റ് ആൻസർ എന്താ? ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി. ഇതൊരു ട്രിക്ക് കൂടിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞങ്ങളുടെ സ്റ്റുഡൻസിന് ട്രിക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതായത് നമുക്ക് ഇപ്പൊ 4 ഓപ്ഷൻ തരുന്നു. ഈ 4 ഓപ്ഷനിൽ ഓൾ ഓഫ് ദി എബോവ് വന്നിട്ടുണ്ടെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓൾ ഓഫ് ദി എബോവ് തന്നിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഒരു 99% ഓൾ ഓഫ് ദി എബോവ് തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഒരു ട്രിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇനി ബോത്തും ഓൾ ഓഫ് ദി എബോവും തന്നിട്ടുണ്ടെങ്കിൽ ബോത്ത് ആയിരിക്കും ആൻസർ. 2 ട്രിക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഓൾ ഓഫ് ദി എബോവ് തന്നിട്ടുണ്ടെങ്കിൽ ഓൾ ഓഫ് ദി എബോവ് തന്നെയായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഓൾ ഓഫ് ദി എബോവും ബോത്തും തന്നിട്ടുണ്ടെങ്കിൽ ബോത്ത് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ബോത്ത് അല്ലേ വന്നത്? യെസ്. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കണ്ടീഷൻ ഫോർ അച്ചീവിംഗ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. Average social sacrifice equals average social benefit. Net social sacrifice is equal to net social benefit. Marginal social sacrifice is equal to marginal social benefit. Total social sacrifice is equal to total social benefit. Maximum social advantage എന്ന് പറയുന്നത് ജനറലി എക്കണോമിക്സിലെ തന്നെ നിങ്ങൾ ഏതൊരു തിയറിയിലേക്ക് പോയാലും അവിടെ ഏറ്റവും ബേസിക് ലെവലിൽ നമ്മൾ പഠിക്കുന്ന ഒരു തിയറിയാണ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ സൊസൈറ്റിയുടെ കൺസേൺ എടുക്കുമ്പോൾ ഗവൺമെന്റ് ആയാലും എല്ലാവരുടെയും ലക്ഷ്യം എന്ത് തന്നെയാണ്? എല്ലാവരുടെയും പുരോഗമനം അല്ലെങ്കിൽ എല്ലാവരുടെയും വെൽബീയിങ് എന്നുള്ള കോൺസെപ്റ്റ് ആണ് അല്ലെ. അതിനായി എന്ത് ചെയ്യണം? നമുക്കറിയാം എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി സ്കാർസിറ്റിയെ കുറിച്ചാണ് പഠിക്കുന്നത്. അതായത് നമുക്ക് റിസോഴ്സസ് ഇല്ല, ധാതുക്കളില്ല, അല്ലെങ്കിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, ഇങ്ങനെ 4 കാര്യങ്ങൾ വേണം അല്ലെ. ഇതില്ല. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിലുള്ള എല്ലാവരുടെയും ക്ഷേമം അല്ലെങ്കിൽ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് തിയറിയിൽ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് റിസോഴ്സ് അലോക്കേഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. നമുക്ക് വളരെ കഴിവുള്ള ഹ്യൂമൻ ബീയിങ്സ് ഉണ്ട്, ബട്ട് ആർ വി യൂസിങ് ദം പ്രോപ്പർലി? ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പം അവരെല്ലാം നല്ല രീതിയിൽ എംപ്ലോയ് ചെയ്യുക,
നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കുക, ഇങ്ങനെ മുതലായവ നമ്മൾ ചെയ്താൽ എങ്ങനെ നമുക്ക് വെൽഫെയറിലേക്ക് എത്താം എന്നുള്ളതാണ് ഈ ഒരു തിയറി ഡിസ്കസ് ചെയ്യുന്നത്. മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് അഥവാ MSB. ഇതെന്താണ് ബേസിക്കലി പറയുന്നത്? അഡീഷണൽ ബെനിഫിറ്റ് ഗെയിൻഡ് ബൈ സൊസൈറ്റി ഫ്രം കൺസ്യൂമിങ് വൺ മോർ യൂണിറ്റ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഒരു അഡീഷണൽ ആയിട്ടുള്ള ഗുഡോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു സർവീസസോ ഗെയിൻ ചെയ്യുന്നത് വഴി ഒരു സൊസൈറ്റിക്ക് ലഭിക്കാവുന്ന അഡീഷണൽ ബെനിഫിറ്റിനെയാണ് എന്തായി പറയുന്നത്? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പോളിസി തരുന്നു, ആ പോളിസി മെഷർ ഒരു സെക്ഷന് ഗുണമായി, വീണ്ടും അതിൽ എന്തെങ്കിലുമൊക്കെ ആഡപ്പ് ചെയ്യുന്നു, അപ്പൊ വീണ്ടും അവർക്ക് ഗുണങ്ങൾ വരികയാണ് ചെയ്യുന്നത് അല്ലെ. അങ്ങനെ ഓരോ അഡീഷണൽ ബെനിഫിറ്റുകളെയുമാണ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. മാർജിനൽ സോഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അഡീഷണൽ ആയിട്ട് ഓരോ യൂണിറ്റ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് കൊടുക്കാൻ വേണ്ടി ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ സോഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഒരു ഇൻഡസ്ട്രി ഉണ്ട്, ഗവൺമെന്റ് സൂപ്പർവൈസ് ചെയ്ത് നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അവിടെ ഏകദേശം എന്തായി 100,000 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ ഗവൺമെന്റ് ചിന്തിക്കുകയാണ് ഇതിൽ പൊല്യൂഷൻ കുറവാണ്, അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കുറച്ച് ഇൻഡസ്ട്രീസും കൂടെ കൺസ്ട്രക്ട് ചെയ്യാം. ഗവൺമെന്റ് രണ്ടാമതൊരു ഇൻഡസ്ട്രിയും കൺസ്ട്രക്ട് ചെയ്തു. അപ്പൊ നോക്കിക്കേ, കുറച്ചു പേർ കൂടെ അവിടെ ജോലി കിട്ടിയില്ലേ. അപ്പൊ ആ കുറച്ചു പേർ കൂടെ ജോലി കിട്ടി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ആണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മാർജിനൽ സോഷ്യൽ കോസ്റ്റ് വന്നിട്ടുണ്ട് അല്ലെ. കാരണം ഒരു ഇൻഡസ്ട്രി മറ്റൊരു ഇൻഡസ്ട്രി കൺസ്ട്രക്ട് ചെയ്തു, അപ്പൊ കോസ്റ്റ് വന്നു, റൈറ്റ്. ഇനി എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു സിറ്റുവേഷനിലാണോ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ കോസ്റ്റും തുല്യമാകുന്നത് അവിടെയാണ് അത് ഈക്വലൈസ് ചെയ്യുന്നത് അല്ലെ, എഫിഷ്യൻസി പോയിന്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ എന്താ? ഒരു ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു, ആ ഇൻഡസ്ട്രിയുടെ കൂടെ വേറൊരു ഇൻഡസ്ട്രിയും കൂടെ വന്നു. അപ്പൊ ഗവൺമെന്റിന് ഇവിടെ മാർജിനൽ സോഷ്യൽ കോസ്റ്റ് വന്നു, റൈറ്റ്. ഇവിടെ 1 lakh ആൾക്കാർക്കാണ് ജോലി ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തത്. അഡീഷണൽ ആയിട്ട് ഇവിടെ 1 lakh ആൾക്കാർക്ക് എന്ത് സംഭവിക്കുന്നു? ജോലി ലഭിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അത് മാർജിനൽ ബെനിഫിറ്റ് ആണ് അല്ലെ. ഇതാണ് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് ആണ് വരുന്നത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രി സപ്പോസ് ഗവൺമെന്റിന് കുറച്ച് ചെലവേ വന്നിട്ടുള്ളൂ എങ്കിൽ ബെനിഫിറ്റിന് തുല്യമാകും. കാരണം എന്താ? അങ്ങനെ അല്ലെങ്കിലും, കാരണം സോഷ്യൽ വെൽഫെയർ എന്ന് പറയുന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഇത് മാർക്കറ്റ് ഏരിയയിൽ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? നമുക്കറിയാം, മാർക്കറ്റില് എക്സ്പെഷ്യലി 2 തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട് അല്ലെ. പ്രൈവറ്റും ഉണ്ട്, അതുപോലെ പബ്ലിക്കും ഉണ്ട്. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ആണ് ജനറലി സെക്ടർ എങ്കിൽ നമുക്കറിയാം പ്രോഫിറ്റ് മോട്ടീവാണ്. പബ്ലിക് ആണെങ്കിൽ എന്തായിരിക്കും? ഗവൺമെന്റ് ആണ്, വെൽഫെയർ മോട്ടീവാണ്. പക്ഷെ ഇവരുടെ 2 പേരുടെയും മുൻപിലുള്ള ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? എങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ നല്ല രീതിയിൽ എംപ്ലോയ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഈ റിസോഴ്സസിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള ടെക്നിക്കുകൾ കണ്ടുപിടിക്കണം. ആ ടെക്നിക്കിന് വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ് ഈ മാർജിനൽ സോഷ്യൽ കോസ്റ്റും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു കമോഡിറ്റിയുടെ അല്ലെങ്കിൽ ഒരു സേവനത്തിന്റെ വില തന്നെയാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് അല്ലെ. ഒരു കമോഡിറ്റി 100 രൂപയ്ക്ക് വിൽക്കുന്നതും ഒരു കമോഡിറ്റി 10 രൂപയ്ക്ക് വിൽക്കുന്നതും രണ്ടും വ്യത്യസ്ത. ഓഫ് കോഴ്സ് അവിടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരും, പക്ഷേ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് ആരിലേക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? മനസ്സിലാക്കിയിരിക്കണം. ജനറലി ഒരു നല്ല മാർക്കറ്റ് ആണെങ്കിൽ എന്താ നല്ല മാർക്കറ്റ്? നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ അല്ലെ. ഡിമാൻഡ് ഈസ് ഈക്വൽ ടു സപ്ലൈ കണ്ടീഷൻ. ആവശ്യക്കാർ ആരൊക്കെയുണ്ടോ അവരിലേക്ക് കൃത്യമായി കമോഡിറ്റി എത്തിക്കാനായി സാധിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്താണ്? മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ കോസ്റ്റും രണ്ടും എന്താ? ഈക്വലൈസ് ചെയ്ത് വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ മാർക്കറ്റ് ഫെയിലിയേഴ്സ്, ഫോർ എക്സാമ്പിൾ എക്സ്റ്റേണാലിറ്റി, പബ്ലിക് ഗുഡ്സ്, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇൻഫോർമേഷൻ അസിമെട്രി, ഇതെല്ലാം പ്രശ്നങ്ങളാണ്.
എന്താണ് എക്സ്റ്റേണാലിറ്റി? എൻവിറോൺമെന്റൽ എക്കണോമിക്സിൽ പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെ. പോസിറ്റീവ് ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവും ഉണ്ട്. ഒരു ഇൻഡസ്ട്രി ഞാൻ കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ ഇൻഡസ്ട്രി വരുന്നത് മുഖാന്തരം ഒരുപാട് പേർക്ക് ജോലി ലഭിക്കാനുള്ള അവസരമുണ്ട്. അതൊരു പോസിറ്റീവ് ഫാക്ടറാണ്. പക്ഷേ ആ ഇൻഡസ്ട്രി വന്നത് മുഖാന്തരം പൊല്യൂഷൻ വർദ്ധിക്കുന്നു. അപ്പൊ അതെന്താ? നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആണ്. അപ്പൊ അതൊരു പ്രശ്നം തന്നെയാണല്ലേ. കാരണം ഇൻഡസ്ട്രി വെക്കുമ്പോൾ 1 ലക്ഷം പേർക്ക് ജോലി കിട്ടുന്നു എന്നുള്ള മാത്രമല്ല, അവിടെ പൊല്യൂഷനും കൂടെ വരുന്നുണ്ട്. സോ എന്താണ്? മാർജിനൽ സോഷ്യൽ കോസ്റ്റും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും തുല്യതയാവുമോ എന്നുള്ളത് ചോദ്യമാണ്. പബ്ലിക് ഗുഡ് എപ്പോഴും എല്ലാവർക്കും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റ് കൊണ്ടുവന്നു നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം ചില ടാർഗറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ റേഷൻ ഷോപ്പ് എടുക്കുവാണെങ്കിൽ ലോവർ സെക്ഷനിലുള്ളവർക്ക് BPL, APL അങ്ങനെ കാറ്റഗറി ഉണ്ട്. അബദ്ധവശാൽ ചിലപ്പം ഇൻകത്തിന്റെ ബാനറിൽ ആ വ്യക്തി APL കാറ്റഗറിയിൽ വന്നിട്ടുണ്ടാകാം. പക്ഷെ ചിലപ്പം ബേസിക് ആയിട്ടുള്ള എന്താണ്, ചിലപ്പോൾ വീടും അങ്ങനെയെല്ലാം നോക്കിയിട്ടായിരിക്കാം ഒരുപക്ഷെ APL വന്നത്. ശരിക്കും BPL വരേണ്ടതായിരുന്നു. റെക്കോർഡിക്കൽ ഇറേഴ്സ് പ്രകാരം അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ BPL കിട്ടേണ്ട ബെനിഫിറ്റ് ഒന്നും APL കിട്ടുന്നില്ല അല്ലെ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് കിട്ടുന്നില്ല. സോ ദാറ്റ് മൈറ്റ് ക്രിയേറ്റ് പ്രോബ്ലം. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. മാർക്കറ്റ്സിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇംപെർഫെക്റ്റ്. ഇംപെർഫെക്റ്റിൽ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഒളിഗോപൊളി, ഒളിഗോപൊളിസ്റ്റിക് അങ്ങനെ പോകുന്നു അല്ലെ നിരനിരയായിട്ട്. ഈ മാർക്കറ്റ് സിറ്റുവേഷൻസിന്റെ എല്ലാം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും നിങ്ങൾക്കറിയാം. അപ്പൊ അതും എന്ത് സംഭവിക്കും? ഈ ഒരു MSD MSC ഈക്വലൈസേഷന് തടസ്സമായി നിൽക്കും. ഇൻഫോർമേഷൻ അസിമെട്രി, അതായത് ബയ്യറിന് അറിയില്ല മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കമോഡിറ്റി നല്ലതാണോ ചീത്തയാണോ എന്ന്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഒരു ലിങ്ക് ഇല്ല അല്ലെ സെല്ലറും ബയ്യറും തമ്മിൽ. മാർക്കറ്റ് ഫോർ ലെമൺസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇതെല്ലാം എന്ത് ചെയ്യും? ഈ ഒരു സിറ്റുവേഷന് പ്രശ്നമായി മാറും. അപ്പൊ ഇത് ഇല്ലാണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ കൂടിയേ മതിയാവുള്ളൂ. എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് നടക്കുള്ളൂ. കാരണം നമ്മളുടെ ലക്ഷ്യം എന്താ? ഈ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും വെൽഫെയർ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ടാക്സേഷൻ, സബ്സിഡീസ്, റെഗുലേഷൻസ്, പബ്ലിക് പ്രൊവിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഇതെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, പൊല്യൂഷൻ ലെസ് ഇൻഡസ്ട്രി ആണ്, ഗവൺമെന്റ് സബ്സിഡി കൊടുക്കും. അതുപോലെ ഒരുപാട് പൊല്യൂഷൻ കൊണ്ടുവരുന്ന ഒരു ഇൻഡസ്ട്രിയാണ്, റെഗുലേഷൻസ് കൊണ്ടുവന്നു. അപ്പൊ അധികം നമ്മൾ എന്ത് ചെയ്യില്ല, പൊല്യൂഷൻ കുറച്ച് പ്രൊഡക്ടിവിറ്റി കൂടും. ടാക്സേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഷർ ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്താൽ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്ക് ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ ലഭിക്കും. ഇനി പ്രൈവറ്റ് സെക്ടർ ഒന്നാണ്, പബ്ലിക് സെക്ടർ വേറെ ഒന്നല്ലേ? കാരണം പ്രോഫിറ്റ് മോട്ടീവ്, വെൽഫെയർ മോട്ടീവ് അല്ലേ വരുന്നത്? ഒരിക്കലും അല്ല. ഗവൺമെന്റിന് എന്ത് ചെയ്യാം? പ്രൈവറ്റ് സെക്ടേഴ്സുമായിട്ടും ലിങ്ക് ചെയ്ത് അവർക്ക് പ്രവർത്തിക്കാം. നമ്മൾ LPG കണ്ടതാണല്ലേ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ടെൻഡൻസി 1991. അപ്പൊ അതൊക്കെ വെച്ച് നോക്കിയാലും നമുക്ക് എവിഡൻസ് ബേസ്ഡ് ആയിട്ട് പറയാം. പബ്ലിക് സെക്ടറും പ്രൈവറ്റ് സെക്ടറും ഒരുമിച്ച് കൈപിടിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ സൊസൈറ്റിയിൽ വെൽഫെയർ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്, മസ്ഗ്രേവിന്റെ വെർഷൻ നമുക്കൊന്ന് നോക്കിക്കളയാം. നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്നത് NN എന്ന് പറയുന്നത്, ബേസിക്കലി കർവ് NN എന്ന് പറയുന്നത് മാർജിനൽ നെറ്റ് ബെനിഫിറ്റ് ആണ്. അതായത് നമുക്ക് കൂടുതലായിട്ട് ഓരോ അഡീഷണൽ ആയിട്ടുള്ള കമോഡിറ്റിയും നമ്മൾ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റിനെയാണ് മാർജിനൽ നെറ്റ് ബെനിഫിറ്റ്. ഇത് എന്തിന്റെ വ്യത്യാസമാണ്? MSSന്റെയും MSBയുടെയും വ്യത്യാസമാണ്. അതായത് മാർജിനൽ സോഷ്യൽ സാക്രിഫൈസിന്റെയും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റിന്റെയും വ്യത്യാസമാണ്. അവിടെ നമുക്ക് രണ്ട് കർവ് തന്നിട്ടുണ്ട്, ഈ കർവ്, ടി കർവ്, ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒപ്റ്റിമം സൈസ് എന്ന് പറയുന്നത് എവിടെയാണ്? OMലാണ് നമുക്ക് ഒപ്റ്റിമം സൈസ് പറയാൻ പറ്റുന്നത്. കാരണം അവിടെ എന്താ? നമ്മുടെ മാർജിനൽ നെറ്റ് ബെനിഫിറ്റ് 0 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് അത് നമുക്ക് MP ഇതാണ് അല്ലെ, മാർജിനൽ സോഷ്യൽ സാക്രിഫൈസ് MP is equal to MSB measured by MQ. അപ്പൊ ഇവിടെ എല്ലാം എന്താണ്? ഈക്വൽ പ്രപ്പോർഷൻ ആയിട്ട് നമുക്ക് പറയാനായി സാധിക്കുന്നുണ്ട് അല്ലെ. അപ്പം അങ്ങനെ ഒരു പെർട്ടിക്കുലർ പോയിന്റിലായിരിക്കും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്.
പക്ഷെ ഇവിടെ ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ട്. അതായത് ഇത് എപ്പോഴും എല്ലാ സിറ്റുവേഷൻസിലും മാർജിനൽ സോഷ്യൽ കോസ്റ്റും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും ഒരുപോലെ വരണം. ഇപ്പൊ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്, റേഷൻ ഷോപ്പ് ഞാൻ പറഞ്ഞു അല്ലെ, അത് ചില സെക്ഷന് ബെനിഫിറ്റ് ആയിരിക്കാം. EWS സ്കീം ഉണ്ട് അല്ലെ, അത് ജനറലിലെ തന്നെ EWS കാറ്റഗറിയിലുള്ളവർക്ക് ഗുണകരമായിരിക്കാം. എല്ലാവർക്കും ഗുണകരമാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെ ഒരു പ്രൊജക്ട് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് പോസ്റ്റുലേറ്റ് ചെയ്യുന്ന സമയത്ത് മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ കോസ്റ്റും രണ്ടും ഒരുപോലെ കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എപ്പോഴും എന്ത് സംഭവിക്കാം? ചേഞ്ചസ് സംഭവിക്കാം. 2018 ഫ്ലഡ് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചോ? പിന്നീട് ഒരു കോവിഡ് നമ്മൾ പ്രതീക്ഷിച്ചോ? അറിയില്ല അല്ലെ, നമ്മൾ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് പ്രോംപ്റ്റ് ആയി സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും തീരുമാനിക്കാനായി സാധിക്കില്ല. അതുപോലെ പെർഫെക്റ്റ് ഇൻഫോർമേഷൻ, റാഷണൽ ഡിസിഷൻ, ഞാൻ തുടക്കം മുതലേ പറയണ നമ്മൾ റാഷണൽ ഹ്യൂമൻ ബീയിങ് ആണ്. ഇത് എപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യാനായി പറ്റുമോ? ഒരിക്കലും നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ടും പറ്റില്ല. പക്ഷെ ഇത്രത്തോളമൊക്കെ ക്രിറ്റിസിസം ഈ തിയറിയെ കുറിച്ച് പറയുമ്പോഴും മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജിന് ഇപ്പോഴും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം അത് ഓരോ ഹ്യൂമൻ ബീയിങ്സിന്റെയും വെൽഫെയറിന് വേണ്ടി എങ്ങനെ നമ്മുടെ മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും മാർജിനൽ സോഷ്യൽ കോസ്റ്റിനെയും ഓപ്റ്റിമൈസ് ചെയ്താൽ, പ്രോംപ്റ്റായി യൂസ് ചെയ്താൽ സൊസൈറ്റിക്ക് ബെനിഫിറ്റഡ് ആകാം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയി തന്നെ ആ ഒരു തിയറി നോക്കി അല്ലെ. നമുക്കിനി ഉത്തരത്തിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ കണ്ടീഷൻ ഫോർ അച്ചീവിംഗ് മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ്. നമ്മൾ പറഞ്ഞു മാർജിനൽ സോഷ്യൽ സാക്രിഫൈസും മാർജിനൽ സോഷ്യൽ ബെനിഫിറ്റും തുല്യമാകുന്ന സിറ്റുവേഷനിലാണ് സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ മാർജിനൽ സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് അല്ലെങ്കിൽ മാക്സിമം സോഷ്യൽ അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് നമുക്ക് പറയാനായി സാധിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റ് എക്കണോമിക്സ് ക്രാക്ക് ചെയ്യാൻ എന്താണ് ഈസി വേ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഈസി വേ ഒന്നേ ഉള്ളൂ. ആദ്യം സിലബസ് നല്ലപോലെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും പഠിക്കുക. കൂടാതെ ഏതൊരു പരീക്ഷയ്ക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 ട്രിക്കുകൾ ഉണ്ട്. അതിൽ 2 എണ്ണം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇനി ബാക്കിയുള്ള ട്രിക്സ് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.